സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിഷുവിൻ്റേതായിട്ടുള്ള ആശംസകൾ നേരുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കണു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. വിഷുവായിട്ട് ഞാൻ ഇന്നൊരു ചെറിയ മധുരമുള്ളൊരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഗ റൈസ്. ഈ സോഗ റൈസ് എന്ന് പറയുന്നത് കപ്പയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 300 ഗ്രാം സോഗ റൈസാണ്. ഈ സോഗ റൈസിന് നമ്മുടെ നാട്ടിൽ ചൗരി എന്നും കൂടി പറയൂ കേട്ടോ. കാരണം ഇത് ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്തെന്നാന്നും കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയണ്ടേ. ഈ ചൗരി നല്ലപോലെ വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 1-2 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാനിടാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടുപ്പത്ത് നന്നായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. അത് വെട്ടി തിളച്ച് വരുമ്പോൾ ഈ നമ്മുടെ ചൗരി വെള്ളത്തിലേക്ക് ഇട്ട് വേവിക്കുക. വേവിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ തിളച്ച് ഇത് ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും. അതാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ എല്ലാ അരിയും വെന്ത് ആ വെള്ള കളർ പോയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വരും. അങ്ങനെയുള്ള ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു ഓട്ടപാത്രത്തിലോ അല്ലെങ്കിൽ അരിപ്പ പോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിലേക്കോ അല്ലെങ്കിൽ ഓട്ടപാത്രത്തിലേക്കോ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഇതുപോലെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ല ഒട്ടലൊന്നും ഇല്ലാത്ത നല്ല ചൗരി നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. കഴിയുന്നത്രയും വെള്ളം അതിൻ്റെ അകത്തുനിന്ന് പോയി അത് നല്ല വൃത്തിയായിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാൽ ഒരു പാനിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അതിനെ ചൂടാക്കി എടുക്കുകയാണ്. അതിലേക്ക് നെസ്ലയുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനിയും കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. ഞാനിവിടെ 300 ml ആണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഇനിയും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം ഈ പാലുമായിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കണം. ഈ പാലിന് ഒരുവിധം ചൂടുണ്ടല്ലോ, അടുപ്പ് ഇപ്പോഴും നമ്മൾ ഓൺ ചെയ്തിട്ടേക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചൂട് പാലിലേക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ ഇത് വേഗം തന്നെ അങ്ങ് ആയിക്കോളും. നിങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങ് കൊടുത്തേക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചൗരിയില്ലേ, ആ ചൗരി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ ഇരിപ്പുണ്ടാവും. അത് നമ്മുടെ ഈ പാലിൻ്റെ മിക്സിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ അത് ശരിയായി വന്നോളും. നിങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പാറ്റിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സൈഡ് വഴി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് കൂടി പിടിച്ചിരിക്കണതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ എടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇത് ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ പതുക്കെ ഓഫ് ചെയ്യാം. അത് അവിടെ ഇരുന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇവിടെ കുറച്ച് പണി ചെയ്യാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്തയോ അല്ലെന്നുണ്ടെങ്കിൽ ബദാമോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇത് ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2 പഴുത്ത മാങ്ങ. എൻ്റെ കയ്യിൽ ഈ 2 മാങ്ങ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചേർത്തേക്കണേ. നല്ല മധുരമുള്ള 2-3 മാങ്ങയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാങ്ങയ്ക്ക് അങ്ങനെ ഇത്ര എണ്ണമെന്നൊന്നുമില്ല, എത്ര എണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിനത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക. ഇനിയും നമ്മൾക്ക് ഇതിന് ഒരു ടേസ്റ്റിനൊന്ന് ക്രമീകരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച്, അതായത് 2 അല്ലെങ്കിൽ 3 പിഞ്ച് ഉപ്പും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ഐറ്റത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വേറെ ഒരു ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കില്ല. ഇത് മാംഗോ സാഗോ എന്നാണ് പറയണത് ഇതിന്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ മാംഗോ മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. വേറെ ഫ്രൂട്ട്സുകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കില്ല. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് ഒരു മാങ്ങ ആക്കണ്ട കേട്ടോ. നിങ്ങൾ 1-2 മാങ്ങയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. സാധാരണ ഇതിലേക്ക് ഐസ് ക്യൂബും കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യണത്. ഇവിടെ ഞങ്ങൾക്ക് ഐസിനോട് അത്ര ഒരു ഇതില്ല, കാരണം എല്ലാവർക്കും അസുഖമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഐസ് ചേർക്കണില്ല. നിങ്ങൾ ഐസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഐസ് ക്യൂബ് ചേർക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് നേരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു സ്പെഷ്യലായിട്ടാണ് ഞാനിപ്പോൾ ഈ ഐറ്റം നിങ്ങൾക്ക് ഇട്ട് തരണത്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസുകൾ എല്ലാം അറിയിക്കുക. സന്തോഷമായിട്ടും സമാധാനമായിട്ടും എല്ലാവരും വിഷു ആഘോഷിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേരെ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.